മിസ്റ്റർ പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് SIT അന്വേഷണം പല കേസുകളിൽ അവസാനിപ്പിച്ചു. പരാതിക്കാരികൾ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് അന്വേഷണം അവസാനിപ്പിക്കുമ്പോൾ ഈ പ്രതിഷേധവും ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്ന സിനിമാ മേഖലയിലുള്ള അവർ തന്നെ വകുപ്പിനെയും സർക്കാരിനെയൊക്കെ വിമർശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. എന്തായിരുന്നു സംഭവിച്ചത്? പിന്നെ പരാതി കൊടുക്കുന്നവർക്ക് പൂർണ്ണ പ്രൊട്ടക്ഷൻ ഗവൺമെൻറ് പറഞ്ഞു. ആ പരാതി കൊടുത്ത ആളുകൾക്ക് അവരുടെ പരാതിക്കകത്ത് എന്തെങ്കിലും തെളിവുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന്മേൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഗവൺമെൻറ് നിർദ്ദേശം കൊടുത്തു. പല കേസുകളിൽ FIR ഇട്ടു. പരാതി കൊടുത്തവരുടെ മുമ്പിൽ എവിഡൻസ് ഇല്ലെങ്കിൽ പിന്നെ അവർ പിന്മാറും. അത് നമ്മുടെ സബ്ജക്റ്റ് അല്ലല്ലോ. പരാതി കൊടുക്കാൻ തയ്യാറുള്ളവർ പരാതി കൊടുക്കുകയും ഉറച്ചു നിൽക്കുകയും ചെയ്യുക. അവർക്ക് പൂർണ്ണ സംരക്ഷണം ഗവൺമെൻറ് കൊടുക്കും. ചില പരാതികൾ ജെന്യൂൻ അല്ലാതെ വന്നു, അങ്ങനെ ഈ അന്വേഷണങ്ങൾ മുന്നോട്ട് പോയില്ല, അങ്ങനെ കരുതുന്നുണ്ടോ മിനിസ്റ്റർ? പരാതി കൊടുത്തതിനകത്ത് ഏതെല്ലാം സ്വാധീനങ്ങളുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില ആളുകളെ പറ്റി പറഞ്ഞ പരാതിക്കകത്ത്, ബാലേന്ദ്ര മേനോനെ പറ്റി പറഞ്ഞ പരാതിക്കകത്ത് ഒരടിസ്ഥാനമില്ലെന്ന് ഇപ്പോൾ പറയുന്നില്ലേ. ബാലേന്ദ്ര മേനോനെ പറ്റി പോലുള്ള ഒരു വലിയ കലാകാരനെ പറ്റി ഒരു പേര് ദോഷം കേൾക്കാത്ത ഒരാളിനെ പറ്റി ഇങ്ങനെ ആശയം വരുമ്പോൾ കേരളീയ സമൂഹം പെട്ടെന്ന് വിശ്വസിക്കുക. പക്ഷെ പിന്നീട് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നത് പുറത്തു വരുമ്പോൾ നമുക്ക് സങ്കടമല്ലേ തോന്നുന്നത്. അപ്പോൾ എന്ത് സാഹചര്യത്തിനും ആരെപ്പറ്റിയും പറയുന്ന ഒരു കാലത്ത് ചിലപ്പോൾ അത്തരം സംഭവം ഉണ്ടാകാം. അതുകൊണ്ട് പരാതി ഉന്നയിച്ചതെല്ലാം ബോധപൂർവ്വമാണെന്ന് അഭിപ്രായമൊന്നും എനിക്കില്ല. പരാതി ഉന്നയിച്ചാൽ നല്ലൊരു ശതമാനം പരാതി ചിലപ്പോൾ ജെനുവിനുമായിരിക്കാം.